ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയും കൂടിയിട്ട് ജസ്റ്റ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് ചായ ഇഷ്ടം. എനിക്കാണെങ്കിൽ കോഫിയാണ് ഇഷ്ടം. അപ്പോൾ ജസ്റ്റ് ആൾ പറഞ്ഞു ആൾ ചായയാണ് കോഫിനെക്കാട്ടും നല്ലത്. എനിക്കാണെന്നുണ്ടെങ്കിൽ പൊതുവെ ചായ കുടിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ നിങ്ങൾക്കറിയോ, ഇവ രണ്ടിനും കോമൺ ആയിട്ട് ഒരേപോലത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിന് മുമ്പ് കോഫിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് എത്യോപ്യ, ചായയുടെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത ചൈനയാണ് കൺട്രി. നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാർ ചായയാണ് കുടിക്കുന്നത് എന്നുണ്ടെങ്കിലും വേൾഡിൽ നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കുടിക്കുന്നത് കോഫിയാണ്. ഇതിൽ രണ്ടിലും ഏറ്റവും മെയിനായിട്ട് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് കഫിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻ്റാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. പലരും പറയും ചായ കുടിക്കണം നല്ലതല്ല, കോഫി കുടിക്കണം നല്ലതല്ലെന്ന്. സംഭവം ഓവറായിട്ട് കുടിക്കുന്നത് ദോഷം തന്നെയാണ് കേട്ടോ. അധികമായ അമൃത വിഷം എന്ന് പറഞ്ഞ പോലെ ദോഷം തന്നെയാണ്. ഇപ്പം നമുക്ക് ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവയ്ക്ക് ആൻറ്റി ഓക്സിഡൻസ് ഈ രണ്ടെണ്ണത്തിനും മെയിനായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ രണ്ടും എനർജി ഡ്രിങ്കുകളാണ്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഇവ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയബറ്റിക്സ് കുറയ്ക്കുമെന്ന് സ്റ്റഡി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ നന്നായിട്ട് നടത്തുമെന്ന് പറയുന്നതുണ്ട്. നെക്സ്റ്റ് നമ്മൾക്ക് ആക്റ്റീവ് ആക്കും, നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ നല്ലതാണ്. മൂഡ് ചേഞ്ച് ഉണ്ടാക്കും. അങ്ങനെ ഒരുപാടുണ്ട്. ചിലരൊക്കെ പറയില്ല രാവിലെ ഒരു ചായ കുടിച്ചാൽ ഭയങ്കര സുഖമാണെന്നുള്ളത്, അല്ലെങ്കിൽ കോഫി കുടിച്ചാൽ ഭയങ്കര സുഖമാണ്, ഭയങ്കര എനർജറ്റിക്കാണെന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഇത് തന്നെയാണ്. അപ്പം ശരി, അടുത്ത വീഡിയോ